പ്രിയരെ നമസ്കാരം. ശിവപുരാണത്തിൻ്റെ 9ാം ശ്രവ്യ ദൃശ്യ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശിവപുരാണത്തിൻ്റെ 3ാം അധ്യായമായ ശത്രുത സംഹിതയുടെ 8ാം ഭാഗം മുതൽ 22ാം ഭാഗം വരെ ഈ ശ്രവ്യ ദൃശ്യ വിസ്മയത്തിൽ ഉൾപ്പെടുത്തുന്നു. ശത്രുത സംഹിതയുടെ 8ാം ഭാഗത്തിൽ വ്യാസന്റെയും ശിവന്റെയും വിവിധ അവതാരങ്ങളെക്കുറിച്ച് സുത മഹർഷി പ്രേക്ഷകരായ ഋഷികളോട് വിവരിക്കുന്നു. 7ാമത്തെ മന്വന്തരത്തിലെ വരാഹകൽപ്പത്തിൽ ഭഗവാൻ വിഷ്ണു ദിവ്യ സാന്നിധ്യത്താൽ 3 ലോകങ്ങളെയും പ്രകാശിപ്പിച്ചു. ഈ 7ാമത്തെ മന്വന്തരത്തിൽ 12 തവണ ചാക്രികമായി ആവർത്തിച്ച ചതുർയുഗങ്ങൾ, അതായത് 4 യുഗങ്ങളും ഉണ്ടായിരുന്നു. ഈ 7ാമത്തെ മന്വന്തരത്തിലെ 12 ചാക്രിക ചതുർയുഗങ്ങളിലെ ആദ്യത്തെ ദ്വാപരയുഗത്തിൽ ബ്രാഹ്മണരുടെ ക്ഷേമത്തിനായി ശിവന്റെ അവതാരം ദൃശ്യമായി. കലിയുഗം സംജാതമായപ്പോൾ ശിവൻ ശക്തിദേവിയോടൊപ്പം ശ്വേതമഹാമുനിയായി വീണ്ടും അവതരിച്ചു. ബ്രഹ്മാവിന് ശ്വേതമുനിയുടെ ശിഷ്യനാകുവാനുള്ള പദവി ലഭിക്കുന്നു. 2ാം ദ്വാപരയുഗത്തിൽ വ്യാസൻ സത്യൻ, അതായത് പ്രജാപതിയായും ശിവൻ സുധർ എന്ന പേരിലും പ്രശസ്തരായി. സുധരുടെ അവതാരത്തിൽ ശിവന് നിരവധി ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ ദുന്ദുബി വളരെ പ്രശസ്തനായിരുന്നു. 3ാം ദ്വാപരയുഗത്തിൽ വ്യാസമുനി ഭാർഗവനായി അവതാരമെടുത്തപ്പോൾ ശിവൻ ധാമൻ എന്ന പേരിൽ പ്രശസ്തനായി. ധാമൻ എന്ന അവതാരത്തിൽ ശിവന് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ വിശോകൻ വളരെ പ്രശസ്തനായിരുന്നു. ഈ 3ാം ദ്വാപരയുഗത്തിന് ശേഷം കലിയുഗം വന്നപ്പോൾ ശിവനും ശിഷ്യന്മാരും വ്യാസമുനിയെ സഹായിച്ചു. 4ാം ദ്വാപരയുഗത്തിൽ വ്യാസമുനി അംഗ്രസമുനിയായും ശിവൻ സുഹോത്രനായും അവതാരമെടുത്തു. സുഹോത്രന്റെ 4 ശിഷ്യന്മാരിൽ സുമുഖൻ ഏറെ പ്രശസ്തനായിരുന്നു. ശിവനും ശിഷ്യന്മാരും അംഗ്രസമുനിയെ സഹായിച്ചു. 5ാമത്തെ ദ്വാപരയുഗത്തിൽ വ്യാസമുനി സവിതനായും ശിവൻ കങ്കനായും അവതാരമെടുത്തു. കങ്കന് ഉണ്ടായിരുന്ന 4 ശിഷ്യന്മാരിൽ കേമൻ സനകനായിരുന്നു. 6ാമത്തെ ദ്വാപരയുഗത്തിൽ വ്യാസമുനി മൃത്യുവായി അവതാരമെടുത്തപ്പോൾ പരമശിവൻ ലോകാക്ഷിയായി അവതാരമെടുത്തു. ലോകാക്ഷിക്കും 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ സുധാമൻ വളരെ പ്രമുഖനായിരുന്നു. 7ാം ദ്വാപരയുഗത്തിൽ വ്യാസമുനി ഇന്ദ്രനായും ശിവൻ ജൈഗിസ്ത്യമുനിയായും അവതരിച്ചു. ജൈഗിസ്ത്യനും 4 ശിഷ്യന്മാരുണ്ടായിരുന്നതിൽ സാരസ്വതൻ കൂടുതൽ പ്രമുഖനായിരുന്നു. 8ാം ദ്വാപരയുഗ കാലത്ത് വ്യാസമുനി വസിഷ്ഠമുനിയായും പരമശിവൻ ദതിവാഹനനായും അവതാരമെടുത്തപ്പോൾ ദതിവാഹനന് ഉണ്ടായിരുന്ന 4 ശിഷ്യന്മാരിൽ പ്രമുഖൻ കപിലമുനിയായിരുന്നു. 9ാം ദ്വാപരയുഗത്തിൽ വ്യാസമുനി സാരസ്വതമുനിയായും ശിവൻ ഋഷഭനായും അവതാരമെടുത്തു. ഋഷഭദേവനായി അവതാരമെടുത്ത പരമശിവന് 4 ശിഷ്യന്മാർ ഉണ്ടായിരുന്നതിൽ പരാശരൻ വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായിരുന്നു. തുടർന്ന് സുതമുനി ഋഷിമാരോട് നന്ദികേശ്വരന്റെ അവതാരത്തെക്കുറിച്ച് വിവരിച്ചു. പുത്രലബ്ധിക്ക് വേണ്ടി ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശിലാദമുനി ഒരു വലിയ തപസ് ചെയ്തു. ശിവൻ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഉദ്ദേശിക്കുന്ന വരം ചോദിക്കുവാൻ അനുവാദം നൽകി. ഭൗതിക ശരീരത്തിൽ നിന്ന് ജനിക്കാത്ത എല്ലാ ശാസ്ത്രജ്ഞാനങ്ങളിലും പ്രാവീണ്യമുള്ള ഒരു പുത്രനെ വേണമെന്ന് ശിലാദമുനി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ശിവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങനെയാവട്ടെ. പിന്നീട് ശിലാദമുനി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങി ഒരു യാഗം നടത്തി. യാഗകുണ്ഡത്തിൽ നിന്ന് 4 കൈകളോടും 3 കണ്ണുകളോടും കൂടി ഒരു കുട്ടി പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടിയെ ദർശിച്ചതോടെ ശിലാദമുനി വളരെയധികം സന്തോഷിക്കുന്നു. കുട്ടിയുടെ ഉത്ഭവം വലിയ ആഘോഷത്തോടെ കുടുംബം ആഘോഷിച്ചു. ശിവനും പാർവതിയും കുട്ടിയെ ആശീർവദിക്കുവാനെത്തി. കുഞ്ഞിന്റെ ഉത്ഭവം ശിലാദമുനിക്ക് വളരെയധികം സന്തോഷം അഥവാ ആനന്ദം നൽകിയതിനാൽ ആ കുഞ്ഞിന് നന്ദി എന്ന് പേരിട്ടു. പിന്നീട് മറ്റ് സാധാരണ കുട്ടികളെപ്പോലെ നന്ദി പിതാവിനോടൊപ്പം താമസിച്ചു. വളരെയധികം സ്നേഹത്തോടെയും കരുതലോടെയും അവൻ വളർന്നു. 7 വർഷത്തിനുള്ളിൽ എല്ലാ വേദങ്ങളിലും അവൻ പ്രാവീണ്യം നേടി. ശിവനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതിന് പ്രകാരം 2 ബ്രാഹ്മണർ ശിലാദമുനിയുടെ അടുക്കൽ വന്ന് 1 വർഷത്തിനു ശേഷം നന്ദി മരണമടയുമെന്ന് അറിയിച്ചു. ആ വിവരം ശ്രവിച്ച മുനി അത്യധികം ദുഃഖിതനായി. പിതാവിൻ്റെ ദുഃഖകരമായ മാനസികാവസ്ഥ കണ്ട നന്ദി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവൻ തപസ് ചെയ്യുവാനായി വിടവാങ്ങി. അവൻ്റെ മഹത്തായ തപസ്സിൽ ശിവനും പാർവതിയും പ്രസാദിച്ചുകൊണ്ട് ഇരുവരും പ്രത്യക്ഷരായി. ശിവൻ അവനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെപ്പോലെയാണ്, അതിനാൽ നീ ഒരിക്കലും മരിക്കില്ല. ശിവൻ ഒരു മാലയും അവന് നൽകി. ആ മാല ധരിച്ച ഉടനെ നന്ദിക്ക് ശിവന്റെ എല്ലാ ഗുണങ്ങളും സ്വായത്തമാക്കുവാൻ കഴിഞ്ഞു. അതിനുശേഷം ശിവൻ സ്വന്തം മുടിയിൽ നിന്നും കുറച്ച് ജലമെടുത്ത് അവൻ്റെ മേൽ തളിച്ചു. അതിൻ്റെ ഫലമായി 5 നദികൾ രൂപപ്പെടുന്നു. ഈ നദികൾ പിന്നീട് പഞ്ചനദികൾ എന്നറിയപ്പെട്ടു. തുടർന്ന് ശിവൻ അവനെ സ്വന്തം ഗണങ്ങളുടെ നേതാവാക്കി. പിന്നീട് പാർവതി അവനെ അവരുടെ ഉപദേശകനായി സ്വീകരിക്കുകയും സ്വന്തം പുത്രനെപ്പോലെ കണക്കാക്കുകയും ചെയ്തു. നന്ദി മാരുതന്റെ മകളായ സുയാഷയെ വിവാഹം കഴിച്ചു.
ഒടുവിൽ അവരെല്ലാം ശിവനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി. ശിവപുരാണത്തിൻ്റെ 3-ാം അധ്യായമായ ശത്രുത സംഹിതയുടെ 10-ാം ഭാഗത്തിൽ ഭൈരവനെ അദ്ദേഹത്തിൻ്റെ പാപകർമ്മത്തിൽ നിന്നും മുക്തനാക്കപ്പെടുന്ന കഥ വിവരിക്കുന്നു. ശിവൻ തൃക്കണ്ണിലൂടെ സൃഷ്ടിച്ച ഭൈരവൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിൻ്റെ 5 തലകളിലെ ഒന്ന് ഛേദിക്കുന്നു. അതോടെ ബ്രഹ്മാവിന് 4 തലകൾ മാത്രം അവശേഷിച്ചു. ബ്രഹ്മാവിൻ്റെ ഛേദിച്ച ശിരസിൻ്റെ തലയൊട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഭൈരവൻ 3 ലോകങ്ങളിലും അലഞ്ഞു തിരിയുവാൻ തുടങ്ങി. ബ്രഹ്മാവിൻ്റെ തല ഛേദിച്ച പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി അദ്ദേഹം ഭിക്ഷയാചിക്കുന്നു. അങ്ങനെ ഭൈരവൻ വിഷ്ണു ലോകത്തുമെത്തി. വിഷ്ണുവും ലക്ഷ്മിയും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ലക്ഷ്മി ദേവി എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിയുന്ന മനോരഥം എന്ന വിദ്യ ഭൈരവന്റെ ഭിക്ഷാപാത്രത്തിൽ നിക്ഷേപിച്ചു. ഭഗവാൻ ശിവൻ പറഞ്ഞതനുസരിച്ച് ഭൈരവൻ ചെയ്ത പാപത്തിന് ഈ വിധത്തിൽ പരിഹാരമായി. ഈ വരത്തിനാൽ ഭൈരവൻ അത്യധികം സന്തുഷ്ടനായി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിയ ഭൈരവൻ വിഷ്ണുവിൻ്റെ അനുമതി വാങ്ങി കാശിയിലേക്ക് പോയി. ഭഗവാൻ ശിവൻ ബ്രഹ്മഹത്യ എന്നൊരു ദേവതയെ സൃഷ്ടിച്ച് ഭൈരവന് മുൻപാകെ തന്നെ കാശിയിലെത്തുവാൻ നിർദ്ദേശിച്ചു. ഭൈരവനെ പിന്തുടരുന്നത് നിർത്തുവാൻ ബ്രഹ്മഹത്യയോട് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ശിവന്റെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് മൊഴിഞ്ഞവൾ അവരുടെ ആവശ്യം വിസമ്മതിച്ചു. ഭൈരവൻ കാശിയിലെത്തിയപ്പോൾ ബ്രഹ്മഹത്യയും നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തിനടുത്തെത്തി. എന്നാൽ ശിവന്റെ ശക്തി കാരണം കാശിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാഞ്ഞതിനാൽ ബ്രഹ്മഹത്യ പാതാള ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഭൈരവൻ കാശിയിലേക്ക് പ്രവേശിച്ചയുടൻ ഭിക്ഷാപാത്രമായ തലയൊട്ടി നിലത്ത് വീഴുകയും അങ്ങനെ ഭൈരവൻ സ്വന്തം പാപത്തിൽ നിന്ന് മുക്തനാവുകയും ചെയ്തു. അതിൽ ഭൈരവന് വളരെയധികം ആശ്വാസം ലഭിച്ചു. ബ്രഹ്മാവിൻ്റെ തലയൊട്ടി വീണ സ്ഥലം പിന്നീട് തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പവിത്രമായ സ്ഥലമായ കപാലമോചനമായി മാറി. തുടർന്ന് സുതമുനി ഋഷിമാരോട് ശരഭാവതാരത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞു: ഹിരണ്യകശിപുവിനെ കൊല്ലുവാൻ വിഷ്ണു ഭഗവാൻ നരസിംഹമായി അവതാരമെടുത്തു. ഹിരണ്യകശിപുവിനെ കൊന്നതിനു ശേഷവും നരസിംഹത്തിൻ്റെ കോപം അടക്കുവാനായില്ല. അവതാരത്തിൻ്റെ കോപം 3 ലോകങ്ങളെയും ഭയപ്പെടുത്തി. നരസിംഹത്തിൻ്റെ കോപം ശമിപ്പിക്കാൻ പ്രഹ്ലാദനെ ബ്രഹ്മാവ് അതിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പ്രഹ്ലാദൻ നരസിംഹത്തോട് പ്രാർത്ഥിച്ചു, ആലിംഗനം ചെയ്തു. എങ്കിൽ പോലും ആ കോപാഗ്നി ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ദേവന്മാരും ശിവന്റെ അടുത്തേക്ക് പോയി വിഷ്ണുവിന്റെ കോപം ശമിപ്പിക്കാൻ അഭ്യർത്ഥിച്ചതിന് പ്രകാരം ശിവൻ ഭൈരവനെയും വീരഭദ്രനെയും നരസിംഹത്തിന്റെ അടുത്തേക്ക് അയച്ചു. വീരഭദ്രൻ നരസിംഹത്തോട് ശാന്തനാകുവാൻ മാന്യതയോടെ അഭ്യർത്ഥിച്ചപ്പോൾ നരസിംഹം അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ചാടി വീണു. അനുനിമിഷം ശിവൻ തന്നെ ഏറ്റവും വിനാശകരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആയിരക്കണക്കിന് കൈകളുള്ള ഭീമാകാരമായ രൂപത്തിൽ അദ്ദേഹം ഭയപ്പെടുത്തുന്നതായി കാണപ്പെട്ടു. ആ രൂപം ഒരു വലിയ നരഭോജി പക്ഷിയെപ്പോലിരിക്കുന്നു. അത് അതിൻ്റെ ഭീമാകാരമായ ചിറകുകൾ കൊണ്ട് നരസിംഹത്തെ മുറിവേൽപ്പിച്ചു. ബലിഷ്ഠമായ കരങ്ങളാൽ നരസിംഹത്തെ പിടിമുറുക്കി ഭീമാകാരമായ ചിറകുകൾ വീശി ആകാശത്തേക്കത് പറന്നുയർന്നു. ഭയന്നു പോയ വിഷ്ണു ഭഗവാൻ ബോധരഹിതനായി. ബോധാവസ്ഥ വീണ്ടെടുത്ത ശേഷം നരസിംഹ ഭഗവാൻ വിഷ്ണുവിൻ്റെ തൽസ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശിവനെ സ്തുതിച്ചു. ആ പ്രവൃത്തി ശിവനെ വളരെയധികം സന്തുഷ്ടനാക്കി. ശിവൻ സ്വന്തം കഴുത്തിലെ തലയോട്ടി മാലയിൽ നരസിംഹത്തിൻ്റെ തല കൊരുത്തു ധരിച്ചു. അവശേഷിച്ച ശരീരഭാഗം വീരഭദ്രൻ വഹിച്ചുകൊണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഉപേക്ഷിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ വിശ്വനാർ എന്നൊരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായ സുജിസ്മതി പതിവ്രതയായിരുന്നു. അവളുടെ കർത്തവ്യബോധത്തിൽ സന്തുഷ്ടനായ വിശ്വനാർ പത്നിയെ അഭിനന്ദിക്കാൻ മടി കാണിച്ചില്ല. അപ്പോൾ ശിവനെപ്പോലെ ഒരു പുത്രൻ ഉണ്ടാക്കണമെന്ന് സുജിസ്മതി ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനായി തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തുവാൻ വിശ്വനാർ കാശിയിലേക്ക് പോവുകയും പരമഭക്തിയോടെ വിശ്വേശ്വരലിംഗത്തെ ആരാധിക്കുകയും ചെയ്തു. വിശ്വനാരുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ ശിവലിംഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. വിശ്വനാർ സ്വന്തം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ശിവൻ അദ്ദേഹത്തിൻ്റെ പുത്രനായി ജനിക്കുവാൻ സമ്മതിക്കുന്നു. ആ സന്തോഷാധിക്യത്താൽ വിശ്വനാർ സ്വഭവനത്തിലേക്ക് മടങ്ങി. കാലക്രമേണ സുജിസ്മതി ഗർഭിണിയായി. അധികം വൈകാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. കുടുംബം മുഴുവൻ കുഞ്ഞിൻ്റെ ജനനം ആഘോഷിച്ചു. ആ കുഞ്ഞിൻ്റെ നാമകരണ ചടങ്ങിൽ ശിവനും പാർവതിയും ഉൾപ്പെടെ എല്ലാ ദേവന്മാരും ഋഷിവര്യന്മാരും പങ്കെടുത്തു. ബ്രഹ്മാവ് കുഞ്ഞിന് ഗൃഹപതി എന്ന് പേരിട്ടു. ഗൃഹപതിക്ക് 5 വയസ്സ് തികഞ്ഞപ്പോൾ അവൻ്റെ പൂണൂൽ ചടങ്ങ് നടത്തി. തുടർന്ന് 1 വർഷം കൊണ്ട് അവൻ എല്ലാ വേദങ്ങളിലും മറ്റ് പുണ്യഗ്രന്ഥങ്ങളിലും പ്രാവീണ്യം നേടി. ഗൃഹപതിക്ക് 9 വയസ്സ് തികഞ്ഞപ്പോൾ നാരദൻ ആഗതനായി വിശ്വനാരെ സുപ്രധാനമായ ആ വാർത്ത ബോധിപ്പിച്ചു. ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ നിമിത്തം ഗൃഹപതിയുടെ മരണം ആസന്നമായി എന്ന്. ആ വാർത്ത ഗ്രഹിച്ച വിശ്വനാരും സുജിസ്മതിയും വിലപിക്കുവാൻ തുടങ്ങി. എന്നാൽ ഗൃഹപതി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മരണത്തെ കീഴടക്കുവാനായി കാശിയിലേക്ക് തപസ് അനുഷ്ഠിക്കുവാൻ പോകുന്നു. ഗൃഹപതി കാശിയിൽ തപസ് ആരംഭിച്ചു. ദേവനായ ഇന്ദ്രൻ അവിടെയെത്തി ഇഷ്ടപ്പെടുന്നതെന്തും ആവശ്യപ്പെടുവാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ ഗൃഹപതി ഇന്ദ്രനെ അവഗണിക്കുന്നു.
കോപാകുലനായ ഇന്ദ്രൻ സ്വന്തം ആയുധമായ വജ്രായുധം ഉപയോഗിച്ച് ഗൃഹപതിയെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. ആ പ്രകോപനത്തിൽ ഗൃഹപതി ഭയന്നുപോയി. തദവസരത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടതിനാൽ ഇന്ദ്രന് പിന്മാറേണ്ടി വന്നു. ഈ മിന്നലാകുന്ന വജ്രത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? വജ്രത്തിനല്ല, കാലവജ്രത്തിന് പോലും നിന്നെ വധിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ ഗൃഹപതിയെ അനുഗ്രഹിച്ചു. അതോടെ ഗൃഹപതി സന്തുഷ്ടനായി. അവൻ ആരാധിച്ചിരുന്ന ശിവലിംഗം പിന്നീട് അഗ്നീശ്വര ലിംഗം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു. ശിവൻ ഗൃഹപതിയെ എല്ലാ ദിക്കുകളുടെയും അധിപനാക്കി. സമുദ്രമഥന സന്ദർഭത്തിൽ ആദ്യം കാളകൂട വിഷമാണ് ഉയർന്നു വന്നത്. അത് ഉളവാക്കിയ കടുത്ത ചൂട് ദേവന്മാരെ പോലും ഭയപ്പെടുത്തി. അവർ ശിവനെ സമീപിച്ച് ആ വിഷത്തിന്റെ ചൂടിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശിവൻ ആ വിഷം മുഴുവൻ കുടിച്ചു. എന്നാൽ അതിന് തൊണ്ടയിലൂടെ കടന്നു പോകുവാൻ കഴിഞ്ഞില്ല. വിഷത്തിനു ശേഷം ദേവന്മാർക്ക് ആവശ്യമായ അമൃത് ഉയർന്നു വന്നു. അസുരന്മാരും ആ അമൃത് കുടിക്കുവാൻ ആഗ്രഹിച്ചു. അതിനാൽ അവരും ദേവന്മാരും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു. അമൃതിന്റെ ഫലത്താൽ ദേവന്മാർ അമർത്യരായി തീർന്നതിനാൽ യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു. ഈ വിജയം ദേവന്മാരെ അത്യധികം അഹങ്കാരികളാക്കുന്നു. അവരുടെ അഹങ്കാര സ്വഭാവത്തെക്കുറിച്ച് ശിവൻ വളരെയധികം ആശങ്കാകുലനായി. ഒരു യക്ഷന്റെ വേഷത്തിൽ ദേവന്മാരുടെ അടുത്തേക്ക് വന്നു. അവരെ ഇത്രമാത്രം അഹങ്കാരികളാക്കിയത് എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചു. അസുരന്മാരെ പരാജയപ്പെടുത്തിയതിൽ നിന്നുമാണ് അവരുടെ അഹങ്കാരം ഉടലെടുത്തതെന്ന് ദേവതകൾ മറുപടി നൽകി. യക്ഷന്റെ വേഷം ധരിച്ച ശിവനപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ അഹങ്കാരം തെറ്റായ ധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മറ്റു ചിലരുടെ മികവും അനുഗ്രഹവും ഇല്ലാതെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദേവന്മാർ അദ്ദേഹത്തോട് വിയോജിച്ചു. നിങ്ങൾ അത്രമാത്രം ശക്തരാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഈ ഒരു പുല്ല് മുറിച്ചു കാണിക്കുവിൻ. തുടർന്ന് അദ്ദേഹം അവരുടെ മുൻപാകെ ഒരു പുൽക്കൊടി വെച്ചു. എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആ പുല്ല് മുറിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവരെല്ലാം അവരുടെ ശ്രമത്തിൽ പരാജയപ്പെടുന്നു. അതിൽ അവരെല്ലാം അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് ഒരു സ്വർഗീയ ശബ്ദം കേൾക്കുന്നു. ഇത് ഭഗവാൻ ശിവൻ തന്നെയാണ്. ദേവന്മാർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവർ ശിവനോട് ക്ഷമ ചോദിച്ചു. ദേവന്മാരുടെ വ്യാജ അഹങ്കാരത്തെ പരാജയപ്പെടുത്തിയ ശേഷം ഭഗവാൻ ശിവൻ അപ്രത്യക്ഷനായി. അടുത്തതായി സുതൻ മഹർഷിമാരോട് ശിവന്റെ ദശാവതാരങ്ങളെക്കുറിച്ച് വിവരിച്ചു. 10 അവതാരങ്ങളെക്കുറിച്ചും അവരുടെ അനുബന്ധ ശക്തിയെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് സുതൻ പറഞ്ഞു, ശിവന്റെ ആദ്യ അവതാരം മഹാകാലനും മഹാകാലന്റെ ശക്തി മഹാകാളിയുമായിരുന്നു. ശിവന്റെ രണ്ടാമത്തെ അവതാരം താരൻ അല്ലെങ്കിൽ മഹാകാല താരനും അദ്ദേഹത്തിന്റെ ശക്തിയായി താരയും അവതരിച്ചു. ശിവന്റെ മൂന്നാമത്തെ അവതാരം ഭുവനേശ്വരനും ശക്തി ഭുവനേശ്വരിയുമായിരുന്നു. ശിവന്റെ നാലാമത്തെ അവതാരം ഷോഡശ വിദ്വേശനും അദ്ദേഹത്തിന്റെ ശക്തി ശ്രീവിദ്യ, ഷോഡശി അല്ലെങ്കിൽ ശ്രീ എന്നും അറിയപ്പെടുന്നു. ശിവന്റെ അഞ്ചാമത്തെ അവതാരത്തെ ഭൈരവനെന്നും ശക്തിയെ ഭൈരവി എന്നും വിളിച്ചു. ശിവന്റെ ആറാമത്തെ അവതാരം ചിനമസ്തകൻ എന്നും ആറാമത്തെ ശക്തി ചിനമസ്തക എന്നും വിളിക്കപ്പെട്ടു. ഭഗവാൻ ശിവന്റെ ഏഴാമത്തെ അവതാരം ധൂമവാനും അദ്ദേഹത്തിന്റെ ശക്തി ധൂമവതിയുമാണ്. എട്ടാമത്തെ അവതാരം ബംഗ്ലാമുഖനും ശക്തി ബംഗ്ലാമുഖിയുമാകുന്നു. 9ാമത്തെ അവതാരം മാതങ്കനും 9ാമത്തെ ശക്തി മാതങ്കിയുമാണ്. ശിവൻ 10ാമത്തെ അവതാരത്തിൽ കമലനായപ്പോൾ അദ്ദേഹത്തിന്റെ ശക്തി കമലമായി. ശിവന്റെ ഈ 10 അവതാരങ്ങളെയും 10 മഹാവിദ്യകളോടൊപ്പം ആരാധിച്ചാൽ ഒരു മനുഷ്യൻ മോക്ഷം നേടും. ഒരിക്കൽ അസുരന്മാരുടെ പീഡനം അസഹനീയമായപ്പോൾ ദേവന്മാർ കശ്യപ മുനിയെ സമീപിച്ചു. അവരുടെ അർദ്ധ സഹോദരന്മാരായ അസുരന്മാരുടെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് അവർ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു. സ്വന്തം മക്കളായ അസുരന്മാരുടെ ഹീനത കേട്ടപ്പോൾ കശ്യപ മുനി അത്യധികം കോപാകുലനായി. സ്വപുത്രന്മാരിൽ നിന്നും ദേവന്മാരെ സംരക്ഷിക്കുവാൻ ശിവന്റെ പ്രീതി നേടുവാനായി അദ്ദേഹം ഒരു തപസ് ആരംഭിച്ചു. കശ്യപന്റെ തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. കശ്യപന്റെ ആഗ്രഹം ആരാഞ്ഞു. അസുരന്മാരെ നശിപ്പിക്കുവാനായി ശിവൻ തന്നെ എൻ്റെ മകനായി പിറവി കൊള്ളുവാൻ കശ്യപൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ ഭവിക്കട്ടെ എന്ന് ശിവൻ അനുഗ്രഹിക്കുന്നു. പിന്നീട് ശിവൻ കശ്യപന്റെ 13 പത്നിമാരിൽ ഒരാളായ സുരഭിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് 11 രുദ്രന്മാരായി അവതരിച്ചു. ഈ 11 രുദ്രന്മാരുടെ പേരുകൾ കപാലി, പിങ്കളൻ, ഭീമൻ, വിരൂപാക്ഷൻ, വിലോഹിതൻ, ശാസ്ത്രൻ, അജപാതൻ, അഹിർബുദ്ധ്യൻ, ശംഭു, ചന്ദൻ, ഭവൻ എന്നിങ്ങനെയാണ്. ഈ 11 രുദ്രന്മാർ അസുരന്മാരുമായി യുദ്ധം ചെയ്യുകയും അവരെ വധിക്കുകയും ചെയ്തു. അസുരന്മാരുടെ മരണശേഷം ദേവതകൾ ആശ്വാസം അനുഭവിച്ചു. അവരുടെ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കുവാൻ അവർ 11 രുദ്രന്മാരെയും ആരാധിച്ചു. ശിവന്റെ ദുർവാസാവ് അവതാരത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് സുതൻ മുനിമാരോട് പറഞ്ഞു, ഒരിക്കൽ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ അത്രി ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ത്രയാക്ഷകുല പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള നിവിന്ധ്യ നദിയുടെ തീരത്ത് തപസ് ചെയ്യുവാൻ പോയി.
അദ്ദേഹം അവിടെ ഘോരമായ തപസ് ആരംഭിച്ചു. തപസ്സിൻ്റെ ഫലത്തിനാൽ അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും വിനാശകരമായ അഗ്നിജ്വാലകൾ പുറത്തു വന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഈ തീ 3 ലോകങ്ങളിലേക്കും പടർന്നു. 3 ലോകങ്ങളിലുമുണ്ടായ മരണവും നാശവും ദേവതകളെ ഭയപ്പെടുത്തി. സഹായം തേടി അവർ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവ് അവരെയും കൂട്ടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. തീ മൂലമുണ്ടായ നാശത്തെക്കുറിച്ച് അദ്ദേഹത്തോട് വെളിപ്പെടുത്തി. വിഷ്ണു അവരെയും കൂട്ടി ശിവന്റെ അടുക്കിലേക്ക് പോയി എല്ലാം ബോധിപ്പിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അത്രിയുടെ അടുക്കൽ പോയി അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. അത്രിക്ക് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അദ്ദേഹം ത്രിമൂർത്തികളെ സ്തുതിച്ചു. പിന്നീട് അത്രിയുടെ പത്നിയായ അനസൂയ 3 പുത്രന്മാരെ പ്രസവിക്കുന്നു. ആ മൂവരും യഥാർത്ഥത്തിൽ ത്രിമൂർത്തികളുടെ അവതാരങ്ങളായിരുന്നു. ബ്രഹ്മാവ് ചന്ദ്രനായും വിഷ്ണു ദത്താത്രേയനായും ശിവൻ ദുർവാസാവായും അവതാരം സ്വീകരിച്ചു. ദുർവാസാവ് നിരവധി ആളുകളുടെ മതബോധവും സാമർഥ്യവും പരീക്ഷിച്ചിരുന്നു. ഒരിക്കൽ അംബരീഷ രാജാവ് ഏകാദശി ദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു. അടുത്ത ദിവസം അദ്ദേഹം ഉപവാസം പര്യവസാനിപ്പിക്കുവാൻ പോകവേ ദുർവാസാവ് ശിഷ്യഗണങ്ങളോടൊപ്പം അവിടെയെത്തി. ക്ഷുഭിതനായിക്കൊണ്ട് ദുർവാസാവ് രാജാവ് അംബരീഷനോട് പറഞ്ഞു, ഇതിനായിരുന്നോ താങ്കൾ എന്നെ ക്ഷണിച്ചത്? ഞാൻ ഇല്ലാത്ത സമയത്ത് വെള്ളം പാനം ചെയ്തുകൊണ്ട് എന്നെ അപമാനിക്കുകയും ചെയ്തു. ഭഗവാൻ വിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രം രക്ഷകനായിരുന്നില്ലായിരുന്നുവെങ്കിൽ ദുർവാസാവ് ശപിച്ച് അംബരീഷ രാജാവിനെ ഭസ്മമാക്കുമായിരുന്നു. സുദർശന ചക്രം മുനിയെ പിന്തുടർന്ന് ദഹിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു സ്വർഗീയ ശബ്ദം കേട്ടു. ദുർവാസാവ് മറ്റാരുമല്ല, ഭഗവാൻ ശിവന്റെ അവതാരമാണ്. അതിനെ തുടർന്ന് സുദർശന ചക്രത്തിന്റെ കോപം ശമിക്കുകയും ശേഷം അംബരീഷ രാജാവിനോട് ദുർവാസാവ് ക്ഷമ ചോദിക്കുകയും ചെയ്തു. മോഹിനി രൂപത്തിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടതിൽ ശിവൻ വളരെയധികം ആകൃഷ്ടനായി. തൽഫലമായി അദ്ദേഹത്തിന്റെ ബീജം ഭൂമിയിലേക്ക് ഒഴുകി. ശിവന്റെ അനുവാദത്തോടെ സപ്തഋഷികൾ ഈ ബീജം അഞ്ജനിയുടെ ഗർഭപാത്രത്തിൽ സ്ഥാപിച്ചു. അങ്ങനെയാണ് ശക്തനായ ഹനുമാൻ ജനിക്കുന്നത്. തൻ്റെ ബാല്യകാലത്തു തന്നെ ഒരിക്കൽ ഹനുമാൻ സൂര്യനെ വിഴുങ്ങി. ദേവന്മാരുടെ പ്രാർത്ഥനയിനാൽ മാത്രമാണ് അവൻ സൂര്യനെ പുറത്തേക്ക് വിട്ടത്. സൂര്യൻ അവനെ ശിഷ്യനായി സ്വീകരിച്ചു. എല്ലാ വിദ്യകളിലും അവനെ പ്രാവീണ്യമുള്ളവനാക്കി മാറ്റി. ഗുരുവായ സൂര്യദേവന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വാനര രാജാവായ സുഗ്രീവനോടൊപ്പം താമസിക്കുവാൻ തുടങ്ങി. ശ്രീരാമന്റെ വനവാസകാലത്ത് സുഗ്രീവൻ ഹനുമാന്റെ സഹായത്തോടെ അദ്ദേഹവുമായി സൗഹൃദം സ്ഥാപിച്ചു. അസുര രാജാവായ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയുടെ സ്ഥാനം കണ്ടെത്തുവാൻ ഹനുമാൻ ശ്രീരാമനെ സഹായിച്ചു. അദ്ദേഹം ഒരു ദീർഘദൂര ചാട്ടം നടത്തി സമുദ്രം മറികടന്ന് രാവണൻ സീതയെ പാർപ്പിച്ചിരുന്ന അശോകവാടികയിലേക്ക് പോയി. തിരിച്ചറിയുവാനായി ശ്രീരാമന്റെ മോതിരം സീതയ്ക്ക് നൽകി. ശ്രീരാമൻ ഉടൻ എത്തുമെന്നും രാവണന്റെ തടവിൽ നിന്ന് അവളെ മോചിപ്പിക്കുമെന്നും ബോധിപ്പിച്ചുകൊണ്ട് അവൾക്ക് ആശ്വാസമേകി. തീ കൊളുത്തപ്പെട്ട വാൽ ഉപയോഗിച്ച് ലങ്ക മുഴുവൻ ദഹിപ്പിച്ച ശേഷം ശ്രീരാമന്റെ അടുത്തേക്ക് മടങ്ങി. സീതയുടെ വാർത്തകൾ ശ്രീരാമനെ ധരിപ്പിച്ചു. ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ലക്ഷ്മണൻ ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായി. സഞ്ജീവനി എന്ന ഔഷധ സസ്യം വളരുന്ന പർവ്വതം മുഴുവൻ കൊണ്ടുവന്ന് ഹനുമാൻ ലക്ഷ്മണന്റെ ജീവൻ രക്ഷിച്ചു. ശ്രീരാമന്റെ ശുശ്രൂഷയിൽ സദാ സന്നിഹിതനായി ഹനുമാൻ സ്വന്തം കർത്തവ്യങ്ങൾ അത്ഭുതകരമായി നിർവഹിച്ചു. ഹനുമാനെ ആരാധിക്കുന്നത് എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രതിബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുവാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്നു. ഒരിക്കൽ ദ്വാരപാലകന്റെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഭൈരവൻ പാർവതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് അവരെ പുറത്തേക്ക് പോകുന്നത് തടയുവാൻ ശ്രമിച്ചു. അതിൽ കോപാകുലയായ പാർവതി അവനെ ഭൂമിയിൽ ഒരു മർത്യനായി ജനിക്കുവാൻ ശപിക്കുന്നു. ആ ശാപം ഭൈരവനെ അതീവ ദുഃഖിതനാക്കി. പക്ഷേ അപ്പോഴേക്കും സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ഭൈരവൻ വേതാളൻ എന്ന പുരുഷരൂപത്തിൽ ഭൂമിയിൽ ജന്മമെടുത്തു. വേതാളൻ ശിവനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ശിവൻ മഹേശനായും പാർവതി ദേവി ഗിരിജയായും അവതരിച്ചു. സമുദ്രമഥനത്തിന് ശേഷം സമുദ്രത്തിൽ നിന്ന് നിരവധി വസ്തുക്കൾ ഉയർന്നു വന്നു. രത്നങ്ങൾ, ചന്ദ്രൻ, ലക്ഷ്മി, കാളകുട വിഷം, ഉച്ചൈസ്രവസ് എന്ന കുതിര, ഐരാവതം എന്ന ആന, അമൃത് അടങ്ങിയ പാത്രം എന്നിവ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നു. അമൃത് അടങ്ങിയ പാത്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായൊരു യുദ്ധം നടന്നു. അസുരന്മാർ ആ പാത്രം ദേവന്മാരിൽ നിന്ന് തട്ടിയെടുത്തു. ശിവന്റെ ദിവ്യ പ്രചോദനത്താൽ വിഷ്ണു മോഹിനിയുടെ രൂപത്തിൽ മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തോടെ പ്രത്യക്ഷപ്പെട്ടു. അവൾ ആ പാത്രം അസുരന്മാരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിജയകരമായി വീണ്ടെടുത്തു. അസുരന്മാരുടെ ശ്രദ്ധ അമൃതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വിഷ്ണു ഭഗവാൻ നിരവധി മായാമോഹിനികളായ സുന്ദരിമാരെ സൃഷ്ടിച്ചു. മായകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള അതീവ സുന്ദരിമാരായ അവരെ കണ്ടപ്പോൾ അസുരന്മാർ ബലമായി പിടികൂടി അസുരന്മാരുടെ വാസസ്ഥലമായ പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അവർ വീണ്ടും അമൃതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ തിരികെ എത്തി. അപ്പോഴേക്കും മോഹിനി മുഴുവൻ ദേവന്മാരെയും അമൃത് കുടിപ്പിച്ചിരുന്നു.
അതറിഞ്ഞ അസുരന്മാർ കോപാകുലരായി ദേവന്മാരെ ആക്രമിച്ചു. ഇരു വിഭാഗവും തമ്മിൽ നടന്ന ഘോരയുദ്ധത്തിൽ അസുരന്മാർ പരാജിതരായി ജീവരക്ഷാർത്ഥം അവരുടെ വാസസ്ഥലമായ പാതാളത്തിലേക്ക് ഓടി. ഭഗവാൻ വിഷ്ണു അസുരന്മാരെ പിന്തുടർന്ന് പാതാളത്തിലേക്ക് പ്രവേശിച്ച് എല്ലാ അസുരന്മാരെയും നിഗ്രഹിച്ചു. അവിടെ വെച്ച് അസുരന്മാർ തട്ടിക്കൊണ്ടുപോയ ആ സുന്ദരിമാരെ വിഷ്ണു കാണുന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, ഭഗവാൻ വിഷ്ണു സ്വന്തം സൃഷ്ടികളായ അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. ഭഗവാൻ വിഷ്ണു വളരെ കാലം അവിടെ അവരോടൊപ്പം താമസിച്ചു. പാതാളത്തിൽ താമസിച്ചിരുന്ന കാലത്ത് വളരെ ദുഷ്ടന്മാരും ക്രൂരന്മാരുമായ നിരവധി പുത്രന്മാർ ഭഗവാൻ വിഷ്ണുവിന് പിറന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ പുത്രന്മാർ 3 ലോകങ്ങളിലും വസിക്കുന്നവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. എല്ലാ ദേവന്മാരും ഋഷിമാരും ശിവന്റെ സഹായം തേടി കൈലാസത്തിലേക്ക് പോയി. വിഷ്ണു ഭഗവാന്റെ ക്രൂരന്മാരായ പുത്രന്മാരെ നിഗ്രഹിച്ച് പാതാളത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ഭഗവാനെ പുനഃസ്ഥാപിക്കുവാൻ അവർ ശിവനോട് അഭ്യർത്ഥിച്ചു. ശിവൻ വൃഷഭന്റെ രൂപത്തിൽ, അതായത് കാളയുടെ രൂപത്തിൽ പാതാളത്തിലേക്ക് നീങ്ങി. കൂർത്തുമൂർത്ത കൊമ്പുകൾ കൊണ്ട് വിഷ്ണുവിന്റെ സർവ്വപുത്രന്മാരെയും കൊന്നു. സ്വന്തം പുത്രന്മാരുടെ മരണം കണ്ട് ഭഗവാൻ വിഷ്ണു വൃഷഭനെതിരെ പോരാടുവാൻ മുന്നോട്ട് വന്നു. വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് ഭഗവാൻ ശിവനെ ആക്രമിച്ചു. എന്നാൽ ആ ആയുധങ്ങൾക്കൊന്നും ശിവനെ ഉപദ്രവിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഭഗവാൻ വിഷ്ണുവിന് അദ്ദേഹത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നു. ഭഗവാൻ ശിവനെ സ്തുതിച്ചു. തുടർന്ന് ശിവൻ അദ്ദേഹത്തോട് വിഷ്ണു ലോകത്തേക്ക് മടങ്ങുവാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹം ആ അഭ്യർത്ഥന സ്വീകരിക്കുന്നു. ഒടുവിൽ വിഷ്ണു സുദർശന ചക്രം പാതാളത്തിൽ ഉപേക്ഷിച്ച് സ്വന്തം വാസസ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് ശിവൻ അദ്ദേഹത്തിന് ഒരു പുതിയ സുദർശന ചക്രം സമ്മാനിച്ചു. പ്രിയരെ, ശിവപുരാണത്തിൻ്റെ 9ാം ഭാഗം ഇവിടെ നിർത്തട്ടെ. 10ാം ഭാഗത്തിൻ്റെ ബാക്കി അവതാരങ്ങളെക്കുറിച്ചും 4ാമത് അധ്യായമായ കോടി രുദ്ര സംഹിതയെക്കുറിച്ചും പരിശോധിക്കാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.